കൊച്ചി നഗരത്തെ വിഴുങ്ങിയ കനത്ത പാതിരാമഴയിൽ കപ്പൽത്തുറയിലെ പഴയ വെയർഹൌസ് നിശബ്ദമായിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ അണ്ടർവേൾഡ് മാഫിയ തലവനായ ഡിസൂസയുടെ വിശ്വസ്തരായ 2 ഗുണ്ടകൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വെയർഹൌസിന്റെ വലിയ ഇരുമ്പുവാതിൽ പതുക്കെ തുറന്നത്. കറുത്ത റെയിൻകോട്ട് ധരിച്ച ഒരു രൂപം അകത്തേക്ക് നടന്നുവന്നു. കാവൽക്കാർ തോക്കെടുക്കാൻ തുനിഞ്ഞെങ്കിലും ആ രൂപത്തിന്റെ കൈകൾ അതിവേഗത്തിലാണ് ചലിച്ചത്. സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റളിൽ നിന്നുള്ള 2 വെടിയൊച്ചകൾ മഴയുടെ ശബ്ദത്തിൽ അലിഞ്ഞുപോയി. മിനിറ്റുകൾക്കകം ഡിസൂസയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ആ വെയർഹൌസ് ചോരക്കളമായി മാറി. പക്ഷേ ഇതൊരു സാധാരണ ഗാങ്വാർ ആയിരുന്നില്ല. മരിച്ചുകിടന്ന ഗുണ്ടകളുടെ വായയ്ക്കുള്ളിൽ ഓരോ ചീട്ടുകളികൾ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു, ചുവന്ന ഡയമണ്ട് അടയാളമുള്ള കാർഡുകൾ. തുടർച്ചയായ 4ാമത്തെ കൊലപാതകമായിരുന്നു അത്. മരിച്ചവരെല്ലാം നഗരത്തിലെ അധോലോക കുറ്റവാളികളാണ്. കേസ് അന്വേഷിക്കാനെത്തിയത് സിറ്റി പോലീസ് കമ്മീഷണർ സിദ്ധാർത്ഥ് ആയിരുന്നു. ഒരു സാധാരണ ഗാങ്സ്റ്റർ പകപോക്കലല്ല ഇതിന് പിന്നിലെന്ന് സിദ്ധാർത്ഥിന്റെ കുറ്റാന്വേഷണ ബുദ്ധി അവന് മുന്നറിയിപ്പ് നൽകി. കൊല്ലപ്പെട്ടവരുടെ വായയിൽ നിന്ന് കിട്ടിയ ചീട്ടുകളിലെ നമ്പറുകൾ കൂട്ടിവെച്ചപ്പോൾ അതൊരു വലിയ രഹസ്യ കോഡാണെന്ന് അവൻ കണ്ടെത്തി. ഒരു നിശ്ചിത തീയതിയിലേക്കാണ് ആ നമ്പറുകൾ വിരൽ ചൂണ്ടുന്നത്. 2021 മെയ് 14. 5 വർഷം മുൻപ് നഗരത്തെ നടുക്കിയ ഒരു പ്രമുഖ ബിസിനസ്സുകാരന്റെ കുടുംബം കൂട്ടക്കൊല ചെയ്യപ്പെട്ട അതേ തീയതി. അന്ന് ആ കേസ് തെളിയിക്കപ്പെടാതെ ഫയലിൽ ഒതുങ്ങുകയായിരുന്നു. അന്വേഷണം മുന്നോട്ടു പോകുന്തോറും സിദ്ധാർത്ഥിന് മനസ്സിലായി, ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത് വെറുമൊരു വാടക കൊലയാളിയല്ല, അവൻ ഒരു സൈക്കോപഥാണ്. കുറ്റവാളികളെ വേട്ടയാടി അവർക്ക് ക്രൂരമായ ശിക്ഷ നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ഭ്രാന്തൻ മനസ്സുള്ളവൻ. തന്റെ അടുത്ത ഇര ആരാണെന്ന് അവൻ പോലീസിന് കൃത്യമായി സൂചന നൽകിയിരുന്നു. അത് മറ്റാരുമല്ല, ഈ അധോലോക സാമ്രാജ്യത്തിന്റെ അധിപനായ ഡിസൂസ തന്നെയായിരുന്നു. ഡിസൂസയെ ജീവനോടെ പിടികൂടിയാൽ മാത്രമേ ഈ സൈക്കോ കില്ലറിലേക്ക് എത്താൻ കഴിയൂ എന്ന് സിദ്ധാർത്ഥ് ഉറപ്പിച്ചു. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഡിസൂസ നഗരത്തിന്റെ അതിർത്തിയുള്ള തന്റെ ആഡംബര ബംഗ്ലാവിലേക്ക് ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. കനത്ത ആയുധധാരികളായ ഗാങ്സ്റ്റർമാരായിരുന്നു ആ ബംഗ്ലാവിന് ചുറ്റും കാവൽ നിന്നിരുന്നത്. അർദ്ധരാത്രി 2 മണിയായപ്പോൾ ഡിസൂസയുടെ ബംഗ്ലാവിലെ വൈദ്യുതി പൂർണ്ണമായും നിലച്ചു. ബാക്കപ്പ് ജനറേറ്ററുകൾ പ്രവർത്തിച്ചില്ല. കനത്ത ഇരുട്ടിലേക്ക് ആ വലിയ വീട് വീണുപോയി. കാവൽക്കാരുടെ നിലവിളികൾ ഓരോന്നായി ഇരുട്ടിൽ ഉയർന്നു കേട്ടു. സിദ്ധാർത്ഥും സംഘവും ബംഗ്ലാവിലേക്ക് കുതിച്ചെത്തുമ്പോഴേക്കും കാവൽക്കാരെല്ലാം ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. ആ രൂപം അകത്തു കടന്നു കഴിഞ്ഞിരുന്നു. സിദ്ധാർത്ഥ് തോക്ക് ചൂണ്ടി പതുക്കെ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് നടന്നു. ഡിസൂസയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് ചോരയൊലിക്കുന്ന കത്തിയും പിടിച്ച് കറുത്ത റെയിൻകോട്ടിട്ട ആ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. തറയിൽ ഡിസൂസ ശ്വാസമറ്റ് കിടപ്പുണ്ടായിരുന്നു. തോക്ക് താഴെയിടൂ, നിന്റെ കളി അവസാനിച്ചു, സിദ്ധാർത്ഥ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ രൂപം പതുക്കെ തിരിഞ്ഞു. തലയിലെ തൊപ്പി മാറ്റിയപ്പോൾ സിദ്ധാർത്ഥ് ശരിക്കും ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ലായിരുന്നു, സിദ്ധാർത്ഥിന്റെ വിശ്വസ്തനായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അർജുനായിരുന്നു. അർജുന്റെ കണ്ണുകളിൽ വന്യമായൊരു ഭ്രാന്തുണ്ടായിരുന്നു. അർജുൻ, നീയാണോ ഇതെല്ലാം ചെയ്തത്? സിദ്ധാർത്ഥിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അർജുൻ ക്രൂരമായി ചിരിച്ചു. അതെ സാർ, ഞാനാണ്. 5 വർഷം മുൻപ് ഡിസൂസയും അവന്റെ ഈ ഗുണ്ടകളും ചേർന്ന് കൊന്നൊടുക്കിയത് എന്റെ കുടുംബത്തെയായിരുന്നു. അന്ന് നീതിക്ക് വേണ്ടി ഞാൻ പോലീസിന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. പക്ഷേ ഡിസൂസയുടെ പണത്തിനു മുന്നിൽ നിയമം അന്ധമായി മാറി. നിയമത്തിന് ശിക്ഷിക്കാൻ കഴിയാത്തവരെ ഞാൻ ശിക്ഷിച്ചു. കുറ്റവാളികളെ കൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദമുണ്ടല്ലോ സാർ, അത് വേറെ തന്നെയാണ്. ഞാനിപ്പോൾ വെറുമൊരു പ്രതികാരക്കാരിയല്ല, ഈ നഗരത്തിലെ അഴുക്കുകൾ തുടച്ചുമാറ്റുന്ന വേട്ടക്കാരനാണ്. പക്ഷേ നീയും ഇപ്പോൾ ഒരു കുറ്റവാളിയാണ് അർജുൻ. നിനക്ക് ഞാൻ നിയമത്തിനു മുന്നിൽ ശിക്ഷ വാങ്ങിത്തരും. സിദ്ധാർത്ഥ് തോക്കർജുന് നേരെ ലക്ഷ്യം വെച്ചു. അർജുൻ പെട്ടെന്ന് തന്റെ ജാക്കറ്റ് തുറന്നു. അതിൽ ടൈം ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൗണ്ട്ഡൗൺ അവസാനിക്കാൻ വെറും 30 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ പിടിക്കാൻ നിയമത്തിന് കഴിയില്ല സാർ. ഞാൻ എന്റെ ലക്ഷ്യം പൂർത്തിയാക്കി. ഇനി ഈ അധോലോകത്തിന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം ഞാനും ഇല്ലാതാകും. അർജുൻ സിദ്ധാർത്ഥിനെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. അപകടം മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് പെട്ടെന്ന് ജനൽ ഗ്ലാസ് തകർത്ത് പുറത്തെ നീന്തൽക്കുളത്തിലേക്ക് ചാടി. തൊട്ടടുത്ത നിമിഷം വൻ സ്ഫോടനത്തോടെ ആ ബംഗ്ലാവ് തകർന്നു തരിപ്പണമായി. തീജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നു. മാസങ്ങൾക്ക് ശേഷം ആ അധോലോകം പൂർണ്ണമായും തകർക്കപ്പെട്ട വാർത്താപത്രങ്ങളിൽ നിറഞ്ഞു. സിദ്ധാർത്ഥ് തന്റെ ഓഫീസിലിരുന്ന് ആ കേസ് ഫയലുകൾ ക്ലോസ് ചെയ്യുകയായിരുന്നു. അർജുന്റെ ശരീരാവശിഷ്ടങ്ങളൊന്നും സ്ഫോടന സ്ഥലത്തുനിന്ന് കിട്ടിയിരുന്നില്ലെങ്കിലും അവൻ മരിച്ചതായി പോലീസ് രേഖപ്പെടുത്തി. സിദ്ധാർത്ഥ് ഒരു ആശ്വാസത്തോടെ കസേരയിലേക്ക് ചാരിയിരുന്നു. പെട്ടെന്നാണ് അവന്റെ മേശപ്പുറത്തിരുന്ന ഔദ്യോഗിക ഫോൺ അടിച്ച ശബ്ദം കേട്ടത്.
അവൻ ഫോൺ എടുത്തു. മറുപുറത്തുനിന്ന് പരിചിതമായ ഒരു നേർത്ത ചിരിയാണ് കേട്ടത്. പിന്നീട് കനത്ത ഒരു ശബ്ദം മുഴങ്ങി. സാർ, നഗരത്തിൽ പുതിയൊരു ഗാങ്സ്റ്റർ സംഘം വന്നിട്ടുണ്ട്. അവർ സാധാരണക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ അടുത്ത വേട്ടയ്ക്കുള്ള സമയമായി. ചീട്ടുകളിലെ ഡയമണ്ട് കാർഡുകൾ ഇനിയും ബാക്കിയുണ്ട്. ഫോൺ പെട്ടെന്ന് കട്ടായി. സിദ്ധാർത്ഥിന്റെ കൈകൾ വിറച്ചു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. നഗരത്തിൽ വീണ്ടും കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. റോഡിന്റെ അപ്പുറത്തുള്ള ഒരു മരച്ചുവട്ടിൽ കറുത്ത റെയിൻകോട്ട് ധരിച്ച ഒരു രൂപം സിദ്ധാർത്ഥിന്റെ ഓഫീസിലേക്ക് നോക്കി പതുക്കെ കൈവീശി ഇരുട്ടിലേക്ക് മറയുന്നത് അവൻ ഭീതിയോടെ കണ്ടു. വേട്ടക്കാരൻ ഇനിയും മരിച്ചിട്ടില്ലെന്നും നഗരത്തിലെ ചോരക്കളി തുടരുമെന്നുമുള്ള തിരിച്ചറിവോടെ സിദ്ധാർത്ഥ് മരവിച്ചുപോയി.